മുസ്ലിം ലീഗിലെ മന്ത്രിമാർ ആരൊക്കെയാകും എന്ന ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. UDF മന്ത്രിസഭയിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല സ്ഥാനമുണ്ടാകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ കൂടാതെ KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരുടെ പേരും മലപ്പുറത്ത് നിന്ന് ചർച്ചയിലുണ്ട്. പാറക്കൽ അബ്ദുള്ള, MA റസാഖ് മാസ്റ്റർ എന്നിവരുടെ പേരാണ് കോഴിക്കോട് നിന്ന് ചർച്ചയിലുള്ളത്. മഞ്ചേശ്വരത്ത് നിന്ന് ജയിച്ച AK അഷ്റഫിന്റെ പേരും പരിഗണനയിലുണ്ട്. അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ വരണം. കുഞ്ഞാലി സാഹിബ് നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാവും, നല്ലൊരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവും. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ കൂടുതൽ മന്ത്രിമാർ വേണമെന്നതിലോ സമ്മർദ്ദം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറയാതെ പറയുകയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന്. അത് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുപോലെ തന്നെ മന്ത്രിമാരുടെ കാര്യത്തിൽ ആരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്? UDF വലിയ വിജയം നേടി മുന്നോട്ട് പോകുമ്പോൾ മലബാറിലടക്കം UDF വിജയത്തിനെ ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ അതിന് കോൺഗ്രസിനൊപ്പം തന്നെ നിന്ന് അല്ലെങ്കിൽ അല്പം കൂടുതൽ മുന്നോട്ട് നിന്ന് പ്രവർത്തിച്ച ലീഗിനെ സംബന്ധിച്ചോളം അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ പോലും ചോദിക്കാതെ, പക്ഷേ സീറ്റുകൾ ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിട്ടുണ്ട്, അതുപോലും ചോദിക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കുകയും പൊതുവെ ടീം UDF തരത്തിൽ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്ത ലീഗിനെ സംബന്ധിച്ചോളം അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 5 മന്ത്രിമാരാണ്. 5 മന്ത്രിമാർക്കൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഒരു 5 സ്ഥാനം ലഭിക്കുമെന്നാണ് കരുതുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗിന്റെ മാത്രമല്ല UDF തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. എല്ലാ കാര്യങ്ങളിലും UDF പിന്നെ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ നിന്ന് നയിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ ആ അർത്ഥത്തിലുള്ള ഒരു പരിഗണന നൽകുമെന്നാണ് അവർക്ക് ലഭിക്കുന്ന സൂചന. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നല്ല സ്ഥാനത്ത് PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞത്. നേരിട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുകയോ അങ്ങനെ അവകാശപ്പെടില്ല എന്ന് പറയുമ്പോൾ പോലും അത്ര ഒരു ആവശ്യം എന്തായാലും ലീഗിനുണ്ട്. അത് UDF പരിഗണിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. 2, PK കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അനൗദ്യോഗികമായ ചർച്ചകൾ ലീഗിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ KM ഷാജിയുടെ പേര് പ്രധാനമായിട്ട് തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. KM ഷാജിയെ സംബന്ധിച്ചോളം ലീഗിലെ പ്രധാനപ്പെട്ട നേതാവാണ്. MK മുനീർ, പക്ഷേ ഒരു പക്ഷം നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ മുനീർ പക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. MK മുനീർ ഇത്തവണ മത്സരരംഗത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ KM ഷാജി എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊന്ന് N ഷംസുദ്ദീൻ പാലക്കാട് മണ്ണാർക്കാട് 4ാം തവണയും വിജയിച്ചു കയറിയ ആളാണ്. N ഷംസുദ്ദീൻ മികച്ച പാർലമെന്റേറിയനാണ്. 3 തവണ മത്സരിച്ചിട്ട് വീണ്ടും ഒരു അവസരം നൽകിയതിന് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ ഒരു പദവി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഏറെക്കുറെ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആളാണ്. PK ബഷീറാണ് എറണാട് എന്നുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മറ്റൊരു നേതാവ്. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹവും 4ാം തവണയാണ് വരുന്നത്. മാത്രമല്ല പാർലമെന്ററി തലത്തിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടക്കൽ നിന്നുള്ള ആബിദ് ഹുസൈൻ തങ്ങളുടെ പേരും പരിഗണനയിലുണ്ടെങ്കിൽ പോലും എത്രത്തോളം അവസാന ഘട്ടത്തിൽ ലിസ്റ്റ് വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പിന്നീട് വരുന്നത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ച 6 മണ്ഡലങ്ങളും വിജയിച്ചു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാവുന്ന ഏറെക്കുറെ ഉറപ്പാണ്. പാറക്കൽ അബ്ദുള്ളയ്ക്കാണ് അർത്ഥത്തിൽ പ്രധാനപ്പെട്ട സാധ്യത. പാറക്കൽ 2ാം തവണയാണ് വിജയിക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മാത്രമല്ല വടകര മേഖലയിൽ, വടകര താലൂക്കിൽ CPM-നോട് നേരിട്ട് പോരാടി നിന്ന് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ശക്തമായ വിജയത്തിലേക്ക് എല്ലാ ഘട്ടത്തിലും അവിടുത്തെ UDF-ന്റെ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കുകയും ആ അർത്ഥത്തിൽ UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന അർത്ഥത്തിൽ കൂടി പാറക്കൽ അബ്ദുള്ളയ്ക്കുള്ള സാധ്യത വളരെ വലുതാണ്. MA റസാഖ് മാസ്റ്റർ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പേരും പരിഗണനയിലുണ്ട്. കാസർഗോഡ് AK അഷ്റഫിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. അതേസമയം തന്നെ 5 മന്ത്രിമാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ 3 മലപ്പുറത്ത് വരികയാണെങ്കിൽ പിന്നെ N ഷംസുദ്ദീനെ കൂടാതെ കോഴിക്കോട് മന്ത്രിമാരാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും പദവി AK അഷ്റഫിന് നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സജീവമായ ചർച്ചയിലേക്ക് അവർ കടക്കണമെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള കോൺഗ്രസിന് ഒരു തീരുമാനം ആകുന്ന മുറക്കെ അവർക്ക് ബാക്കി UDF മന്ത്രിമാരെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തുകൊണ്ട് മറ്റു മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ സജീവമായ ചർച്ചയിലേക്ക് ലീഗ് വിഷയത്തിൽ കടക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു.